മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 349 എപ്പിസോഡിൽ ബാരറ്റ കാർബോണിക്ക എന്ന അധ്യായത്തിൻ്റെ 3-ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട നിരവധി പേർക്ക് ഉപകരിക്കുന്ന ചില വളരെ ശക്തമായ ചില ലക്ഷണങ്ങൾ കെൻ്റ് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. മുതിർന്ന ആളുകളിലെ ബുദ്ധിയെ ബാധിക്കുന്ന ഒരവസ്ഥ, അത് ക്രമാനുഗതമായി വികസിച്ച് ഒരു പൂർണ്ണമായൊരു ബുദ്ധിമാന്യത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥ, ഓർമ്മയെ, ഇൻ്റലക്റ്റിനെ, ബൗദ്ധിക നിലവാരത്തെ, ഇൻ്റലക്ച്വൽ മണ്ഡലത്തെ ഈ ഔഷധം എത്രത്തോളം ബാധിക്കുന്നു, അങ്ങനെ ബാധിക്കപ്പെട്ട ആളുകളെ എങ്ങനെ ഇത് ഹീൽ ചെയ്യുന്നു എന്ന് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ കുട്ടികളിലുള്ള, നേരത്തെ ചില ഇൻഡിക്കേഷൻസ് കണ്ടു. കുട്ടികളുള്ള ഒരു ഇൻഡിക്കേഷൻ, വളരെ ടിമിഡിറ്റിയുള്ള, ഭീരുത്വം കാണിക്കുന്ന കുട്ടികൾ, ആളുകളിൽ പ്രത്യക്ഷപ്പെടാൻ മടിക്കുന്ന, വെറുതെ കുത്തിയിരിക്കുന്ന കുട്ടികൾ, ബുദ്ധിപരമായിട്ട് വികസിച്ച് അവർ തനിമ കൈവരിക്കാത്ത, അവരുടെ വ്യക്തിത്വം കൈവരിക്കാത്ത കുട്ടികൾ. അതുപോലെ മറ്റ് മുതിർന്നവരുടെ കാര്യത്തിലാണെങ്കിൽ നമ്മളിപ്പോൾ സ്ട്രോക്ക് എന്ന് പറയുന്ന അവസ്ഥ, രക്തവാർച്ചയൊക്കെ തലയിലുണ്ടായിട്ട് പെട്ടെന്ന് മൗഢ്യം വരുന്ന അവസ്ഥകൾ, അങ്ങനെയുള്ളവരെ തിരിച്ചു കൊണ്ടുവരാൻ ഈ ഔഷധത്തിനുള്ള സാധ്യത തത്തോളം ഉണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഭാഗത്ത് വരുന്നുണ്ട്. കെൻ്റ് അതിനെക്കുറിച്ച് പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. ദർ ഈസ് ആൻ ഇംപ്രഷൻ ഹിയർ ഇൻ ദ ടെക്സ്റ്റ്. ഇവിടെ പൊതുവെ തെറ്റിദ്ധരിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു കാര്യം മെറ്റീരിയ മെഡിക്കയിൽ ബേസിക് ടെക്സ്റ്റിൽ ഉള്ളൊരു കാര്യം പറയുക കൊട്ടേഷനിൽ, വാണ്ട് ഓഫ് ക്ലിയർ കോൺഷ്യസ്നസ്, വ്യക്തമായ ബോധ്യം ഇല്ലാതിരിക്കുക. എന്താണ് വ്യക്തമായൊരു ബോധമില്ലാത്തത് എന്നുള്ളത് കെൻ്റ് ഇവിടെ വളരെ ഭംഗിയായി ക്രമമായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഡു വി നോട്ട് സീ ഫ്രം വാട്ട് ഐ ഹാവ് സെഡ് വാട്ട് ദാറ്റ് മസ്റ്റ് മീൻ ഇൻ ദിസ് റെമഡി. അതായത് ഈ ഔഷധത്തെക്കുറിച്ച് അതിലെന്താണ് ലക്ഷണങ്ങൾ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ഇരിക്കാം. ബുദ്ധിമാന്യം എന്നുള്ളതല്ല, ആൻഡ് ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഇൻ ദിസ് റെമഡി ഫ്രം വാട്ട് ഈസ് ഇൻ എ ഗുഡ് മെനി അതേഴ്സ്. മറ്റ് നിരവധി ഔഷധങ്ങളിലുള്ളതും എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിലുള്ളതുമായിട്ടുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകൾ കണ്ട കാര്യങ്ങൾ. ആൻഡ് യെറ്റ് ഇഫ് യു ഹാഡ് റെഡ് ദാറ്റ് സിംറ്റം ഫസ്റ്റ് യു വുഡ് നോട്ട് ഹാവ് അപ്രീഷിയേറ്റഡ് ഇറ്റ്. അപ്പോൾ എന്നിട്ടും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ഈ ഒരു എക്സ്പ്രഷൻ, വാണ്ട് ഓഫ് ക്ലിയർ കോൺഷ്യസ്നസ് ഉള്ള ആ ഒരു എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങൾ അതിനെ ശരിക്ക് മനസ്സിലാക്കിയില്ലേ, ശരിക്കതിനെ സ്വാംശീകരിച്ചില്ലേ? എൻ്റെ വിദ്യാർത്ഥികളെ കുറ്റപ്പെടുത്തുന്ന, അവരത് വിമർശിക്കുന്ന രീതിക്ക് എൻ്റെ പറയും, ഇത്രയും ഇതിൻ്റെ പശ്ചാത്തലം നിങ്ങൾ കണ്ടിട്ടും ഈ ഒരു എക്സ്പ്രഷൻ കണ്ടപ്പോൾ നിങ്ങൾ അതിനെ തെറ്റിദ്ധരിച്ചു പോയോ? അത് മനസാക്ഷിയുടെ പ്രശ്നമെന്നോ അങ്ങനെയൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയോ? എസ്പെഷ്യലി ഇൻ ഓൾഡ് ഏജ് ഹാസ് ദാറ്റ് ബീൻ യൂസ്ഫുൾ. പ്രായം ചെന്ന അവസ്ഥയിലാണ് ഇത് കൂടുതലും വരുന്നത്. അതെങ്ങനെയാണ് പറയുന്നത്? ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് കൺഫ്യൂഷൻ ഓഫ് മൈൻഡ് ദാറ്റ് വി നോ ടു ബി ഡിസിനസ്. ഇത് പല ഔഷധം കാണുന്ന പോലെ മനസ്സിൻ്റെ ആശയക്കുഴപ്പമോ ഒരു ഡിസിനസ് ആകിയ ഒരു മന്ദിച്ചൊരവസ്ഥ അതല്ല ഇത്. ബട്ട് ഹി ഈസ് നോട്ട് ക്ലിയർ ഇൻ ഹിസ് ഇൻ്റലക്ട്. ഇവിടെ വ്യക്തമായിട്ട് എന്ന് പറയാൻ, അയാളുടെ ബൗദ്ധിക മണ്ഡലത്തിൽ, അയാളുടെ ബുദ്ധിയുടെ മണ്ഡലം, ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മയുടെ പിൻബലമാണല്ലോ ബുദ്ധിയെ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ബുദ്ധിയുടെ മണ്ഡലത്തിൽ അതൊരു വ്യക്തത അയാൾക്കില്ല. ഈ ഔഷധം അയാളുടെ ബൗദ്ധിക മണ്ഡലത്തെ ഗ്രസിക്കുന്നു. അതാണ് എൻ്റെ അവസ്ഥ പ്രൂവിങ്ങിൽ. അതുകൊണ്ട് അയാളുടെ ബുദ്ധിയുടെ തലത്തിൽ, ബൗദ്ധിക മണ്ഡലത്തിൽ, ഇൻ്റലക്ച്വൽ സ്ഫിയറിൽ ഈസ് നോട്ട് ക്ലിയർ. അയാൾക്ക് വ്യക്തതയില്ല. വി സീ ഹൗ ദിസ് മെഡിസിൻ ടേക്സ് ഓൾ ഓഫ് ദി ഇൻ്റലക്ട്. ആ ബുദ്ധി എങ്ങനെ ഇത് ഗ്രസിക്കുന്നു എന്ന് നമുക്ക് കാണാം. പ്രൂവിങ്സ് നോക്കിയാൽ കാണാം. ഇറ്റ് ടേക്സ് ഓൾ ഓഫ് ദ മെമ്മറി. അയാളുടെ ഓർമ്മയെ അത് പിടിമുറുക്കുന്നു. ഓർമ്മയില്ലെങ്കിൽ ബുദ്ധിക്ക് പ്രവർത്തിക്കാനാവില്ലല്ലോ. ഓർമ്മയിൽ നമ്മുടെ കയ്യിലുള്ള ഡാറ്റ, ഇപ്പോഴത്തെ പുതിയ ഭാഷ പറഞ്ഞ ഡാറ്റ, വേണ്ടത്ര ഡാറ്റ ഇല്ലാതെ നല്ലൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടത് കാര്യം, അതിനെ ബാക്കപ്പ് ചെയ്യുന്ന സാധനം അതിന് വേണ്ടേ? അതില്ല. അപ്പം ഓർമ്മയെയും ബുദ്ധിശക്തിയെയും ഈ ഔഷധം ബാരറ്റ കാർബോണിക്ക ബാധിക്കുന്നു. ഇറ്റ് ബിഗിൻസ് വിത്ത് എ ഫീബിൾ സ്റ്റേറ്റ്. തുടക്കത്തിൽ വളരെ
നേരത്തെ ഒരു അവസ്ഥയായിരിക്കാം. ആൻഡ് ഇറ്റ് ഗ്രാജുവലി ട്രാവൽസ് ടുവേർഡ്സ് ഇമ്പസിലിറ്റി. അത് സാവകാശം ഇമ്പസിലിറ്റിയിലേക്ക്, പൂർണ്ണമായൊരു മൗഢ്യത്തിലേക്ക്, ബുദ്ധിയിലെ പൂർണ്ണമായ മാന്ദ്യത്തിലേക്ക്. ഇത് ഇമ്പസിലിറ്റികളുടെ ഒരു ഔഷധമല്ല എന്ന് എൻ്റെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ധരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഇമ്പസിലിറ്റിയിലേക്ക്, സമ്പൂർണമായ മൗഢ്യത്തിലേക്ക്, ബുദ്ധി മരവിച്ച വിഡ്ഢിത്തമൊക്കെ കാണിക്കുന്ന ബുദ്ധിശൂന്യമായിട്ട് പെരുമാറുന്ന അവസ്ഥയിലേക്ക് ഇതിങ്ങനെ ക്രമേണ നീങ്ങിയാണ്. നേരിയൊരു മന്ദതയിൽ തുടങ്ങിയിട്ട് സാവകാശം നീങ്ങുകയാണ്. ഇനി അതിനെ ഒന്ന് വലിച്ചു നീട്ടിയാൽ, യു പ്രസ് ഇറ്റ് ഇൻ ടു എക്സ്ട്രീം, അതൊരു അറ്റത്തിലേക്ക് നീട്ടിക്കഴിഞ്ഞാൽ അത് ഇമ്പസിലിറ്റിയിലേക്ക് എത്തും, സമ്പൂർണ്ണ ബുദ്ധിമാനത്തിലേക്ക് എത്തും. ആൻഡ് ഇറ്റ് ഹാസ് ഇമ്പസിലിറ്റി. അങ്ങനെ ഒരവസ്ഥയിൽ, അങ്ങനെ ഒരു എക്സ്ട്രീമായിട്ട് അങ്ങനെ വലിച്ചു നീട്ടപ്പെടാവുന്ന ഒരവസ്ഥയിൽ അതിനെ ക്രമേണ പോയിട്ട് അത് ഇമ്പസിലിറ്റിയിലേക്ക് വരാം. ബാറ്റ കാർബിലും അങ്ങനെ ഒരു ഇമ്പസിലിറ്റി, ഒരു ബുദ്ധി മരവിച്ച മന്ദിച്ച ഒരു വിഡ്ഢിതത്തിന്റെ അവസ്ഥ ബാറ്റ കാർബിൽ ഉണ്ടാകാം. ആ ഒരു കണ്ടീഷനിലാണ് പറയുന്നത്. ആൻഡ് അപ് ടു ദിസ് വി ഹാവ് ഡിഗ്രീസ് ഓൾ അലോങ് ദ ലൈൻ ഫ്രം ദ വെരി ബിഗിനിങ്. പക്ഷേ ഈ ഒരു അവസ്ഥയിലെത്തുന്ന മുമ്പ് ഇതിന്റെ മുമ്പിലുള്ള എല്ലാ ഘട്ടങ്ങളും കടന്നുപോയിരിക്കും. അത് ശ്രദ്ധിക്കണം. ഇമ്പസൈലായിട്ട് ജനിച്ചവരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ക്രമേണ ഒരു ബുദ്ധിയുടെയും ഓർമ്മയുടെയും മണ്ഡലത്തിൽ ഒരു ചെറിയ മാന്ദ്യത്തിൽ തുടങ്ങി ക്രമാനുഗതമായി എല്ലാ ഘട്ടങ്ങളെയും കടന്ന് അവസാനം സമ്പൂർണ്ണ ബുദ്ധിമാന്ദ്യത്തിൽ, സമ്പൂർണ്ണ വിഡ്ഢിത്വത്തിൽ, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ആ ഒരു പ്രോഗ്രഷന്റെ അവസ്ഥയാണ് ബാറ്റ കാർബിലുള്ളത്. അതൊക്കെ എൻ്റെ വിശദമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ യു പോസിറ്റീവ് ഇസ് എക്സ്ട്രീം, ഇമ്പസിലിറ്റി. ഇനി ഓരോ ഘട്ടത്തിലും അതിന്റെ എല്ലാ ഘട്ടങ്ങളും കടന്നു പോകും. ഫ്രം എ മിയർ മാറ്റർ ഓഫ് ക്ലൗഡിനെസ്, തുടക്കം ഇതാണ്. വെറുതെ ഒരു ഓർമ്മയിൽ, ബുദ്ധിയിൽ ഒരു മൂടുപടലം വന്ന പോലെ, ഒരു കാർമേഘം വന്ന പോലെ, വ്യക്തമായിട്ട് കാണുന്നില്ല, ബുദ്ധിക്കൊരു വ്യക്തതയില്ല, ആ ഒരു അവസ്ഥയിൽ തുടങ്ങുന്നു. ഇൻ ദ തോട്ട്സ്, ചിന്തകൾ അങ്ങനെ തോന്നുന്നു. അങ്ങനെ വന്നിട്ട് അത് ഇമ്പസിലിറ്റിയിലേക്ക്, സമ്പൂർണമായ മൗഢ്യത്തിലേക്ക്, ബുദ്ധിരാഹിത്യത്തിലേക്ക്, വിഡ്ഢിതത്തിലേക്ക് എത്തുന്നു. ആ ഒരു പ്രോഗ്രഷന്റെ അവസ്ഥയാണ് ഉള്ളത്, അല്ലാതെ ഒരു ബോൺ ഇമ്പസൈൽ അല്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല ഇതിൽ. When the Barta carb babies appear in the clinic, they will keep the hands upon their face and peek out through the fingers. ഇനി കുട്ടികളുടെ കാര്യത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക. അവിടെയും ആ ഒരു ബുദ്ധിമാന്ദ്യം ബാധിച്ച അങ്ങനെയുള്ള ഓട്ടിസ്റ്റിക് അങ്ങനെയുള്ള കുട്ടികളുടെ ഒരു അവസ്ഥയല്ല ഇവിടെ പറയുന്നത്. ആ ഒരു ടിമിഡിറ്റി, ബാഷ്ഫുൾ ആൻഡ് ടിമിഡിറ്റി, വല്ലാതെ ലജ്ജിച്ച് പേടിച്ച് ഇങ്ങനെ എന്തിനോ ഭയന്നിട്ടാലെന്ന പോലെ ഇരിക്കുന്ന കുട്ടികൾ. അവർ നിങ്ങൾ ക്ലിനിക്കിലേക്ക് അമ്മയുടെയോ അച്ഛൻ്റെയോ ബന്ധുക്കളുടെയോ കൂടെ വന്നു കഴിഞ്ഞാൽ മുഖത്ത് നോക്കില്ല, കൈകൊണ്ട് മുഖം പൊത്തും, മൂതല വിരലുടെ ഇടയിലൂടെ നിങ്ങൾ നോക്കും. ആ ഭീരത്വമാണ്. അഫ്രൈഡ് ഓഫ് സ്ട്രേഞ്ചേഴ്സ്, ഈസിലി ഫ്രൈറ്റൻഡ്, പെട്ടെന്ന് ഭയപ്പെടുന്നു, പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ആൾ ഭയപ്പെട്ടു പോകുന്നു. ഒരു ഡോക്ടറുടെ ചേംബറിലേക്ക് കയറുമ്പോൾ, അവിടുത്തെ ആളുകളെ കാണുമ്പോൾ, അവിടെ ചുറ്റുപാടുകൾ കാണുമ്പോഴൊക്കെ വളരെ വേഗം ആ കുട്ടി ഭയന്നു പോകുന്നു. അഫ്രൈഡ് ഓഫ് സ്ട്രേഞ്ച്, അപരിചിതരെ കാണുമ്പോൾ, ഒരു ഡോക്ടർ ആദ്യമായിട്ട് കാണുമ്പോൾ അവർ ഭയന്നു പോകുന്നു. അതൊക്കെ ബാറ്റ ചൈൽഡിൻ്റെ ലക്ഷണങ്ങളാണ് പറയുന്നത്. അതർ റെമഡീസ് ഹാവ് സിമിലർ ഫീച്ചേഴ്സ്. മറ്റൗഷധങ്ങളിലും ഇങ്ങനെയുള്ള സമാനമായ അവസ്ഥകളുണ്ട്, പക്ഷേ ഇത്രത്തോളം ഡിഗ്രിയിൽ ഉണ്ടാവില്ല. ബട്ട് ഇറ്റ് ഈസ് എ സ്ട്രോങ് ഫീച്ചർ ഓഫ് ദിസ് മെഡിസിൻ. പക്ഷേ ബാറ്റ കാർബിൻ്റെ കാര്യത്തിൽ അത് വളരെ ശക്തമായ ഒരു ഘടകമാണ്. മറ്റു പല ഔഷധങ്ങളിലും അതിൻ്റെ കൂട്ടത്തിലുണ്ടാവാം. കൽക്കേരിയ, സൾഫർ, നമ്മൾ പലതും കണ്ടാണ്, അതിലൊക്കെ കൂട്ടത്തിലുണ്ടാവാം. പക്ഷേ ഒരു പ്രൊഡോമിനന്റ് ഫീച്ചറായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു കാര്യമായിട്ട് അത് ബാറ്റ കാർബോണിക്കിലുണ്ട്. വിതേർഡ് ഫേസ്, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ആകെ ശോഷിച്ച് മെലിഞ്ഞ ആ ഒരു മുഖം കണ്ടാൽ തന്നെ അറിയാം. സിക്ലി കോൺഫിഡൻസ് ഉണ്ടാ, രോഗിയുടെ മുഖം, കുട്ടിയുടെ ആയാലും ശരി മുതിർന്നതായാലും ശരി, മുഖം കണ്ട രോഗിയാണെന്ന് തോന്നും. ഇറ്റ് ഈസ് ദ ഐഡിയ ഓഫ് ഹൈഡിങ്, ദ ഐഡിയ ഓഫ് ടിമിഡിറ്റി. കുട്ടിയുടെ കാര്യത്തിൽ വീണ്ടും പറയാണ്, ആ മുഖം മറക്കുന്നു, ഒളിക്കാൻ ശ്രമിക്കുന്നു, തൻ്റെ മുഖത്തെ എന്ന് പറയുമ്പോൾ തൻ്റെ വ്യക്തിത്വത്തെ, തൻ്റെ ദുർബലമായ വ്യക്തിത്വത്തെ മറക്കാൻ ആ കുഞ്ഞ് ശ്രമിക്കുന്നു. ആ കുഞ്ഞിൻ്റെ സ്ഥിതി എത്ര പഥറ്റിക്കാണ്. എന്തുകൊണ്ടാണത്? ഭീരത്വമുണ്ട്. അടിസ്ഥാനപരമായിട്ട് ആ കുട്ടി ഭീരത്വമുള്ളതാണ്. ദ ചൈൽഡ് ഡസ് നോട്ട് വാണ്ട് ടു പ്ലേ. ആ കുട്ടിയുടെ അവസ്ഥ കൂടുതൽ പറയുകയാണ്, കുട്ടിക്ക് കളിക്കാൻ ഇഷ്ടമില്ല. കാരണം എല്ലാ കുട്ടികളും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കളിക്കാൻ, തനിയോ കൂട്ടുകാരുമായിട്ടോ കളിപ്പാട്ടങ്ങളുമായിട്ടോ കളിക്കാൻ താല്പര്യമുള്ളവരാണ്. പക്ഷെ ഇതെങ്ങനെയാണ്? ആൻഡ് ഇറ്റ് സിറ്റ്സ് ഇൻ ദ കോർണർ. ഒരു മുറിയുടെ മൂലക്ക് പോയി വെറുതെ ഇരിക്കും.
ഡസ് നോട്ട് പേ എനി അറ്റൻഷൻ ടു ഇറ്റ്സ് ഹാമർ ഇഫ് ഇറ്റ് ഇസ് എ ബോയ്. ഒരു ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടം, കുട്ടിക്ക് ഒരു പാവക്കുട്ടി കൊടുക്കുക. ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് എന്ത് കളിപ്പാട്ടമായിട്ട് നമുക്ക് അങ്ങനെ മാറ്റി വായിച്ചെടുക്കാം. അതിനോട് യാതൊരു താല്പര്യമില്ല, അത് ശ്രദ്ധിക്കുക പോലും. അത് മാറ്റിയിട്ട് ഒരു മൂലക്കോയി വെറുതെ ഇരിക്കും. സിറ്റ്സ് ആൻഡ് സിറ്റ്സ്. ആ കുട്ടി വെറുതെ ഇങ്ങനെ ഇരിപ്പ് തന്നെ, എപ്പോഴും ഇരിപ്പ് തന്നെ, സദാനേരവും ഇരിപ്പ് തന്നെ. ഡസ് നോട്ട് സീം ടു ബി തിങ്കിങ്. പക്ഷെ ഇരുന്നു കൊണ്ട് ചിന്തിക്കുകയല്ല, വെറുതെ ഇരുന്ന് ചിന്തിക്കുകയല്ല. എ ലാക്ക് ഓഫ് എബിലിറ്റി ടു തിങ്ക്. ചിന്തിക്കുന്നില്ലെന്ന് മാത്രമല്ല, ചിന്തിക്കാനുള്ള കഴിവിൻ്റെ അഭാവം. ചിന്തിക്കാൻ കഴിവില്ലാത്ത കുട്ടിയാണത്. ചിൽഡ്രൻ ഗ്രോ അപ്പ് വിത്തൗട്ട് എനി ഡിസ്റ്റിങ്ക്റ്റീവ്നെസ്. അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുക? ഒരു തനിമയുള്ള, ഒരു വ്യക്തിത്വമുള്ള ഒരു കുട്ടിയായിട്ട്, ഓരോ കുട്ടിക്ക് അതിൻ്റെ തനിമയുണ്ട്. അങ്ങനെ തനിമയുള്ള കുട്ടിയായിട്ട് അത് വളർന്നു വരില്ല. കുട്ടി വളരും, ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ടാകും. പക്ഷെ ആ കുട്ടിയുടെ ഇൻ്റലക്ച്വൽ ലെവലിൽ, ഇൻ്റലക്ച്വൽ റളം, ബുദ്ധിയുടെ മണ്ഡലം, അവിടെ ഒരു വളർച്ച ഉണ്ടാകുന്നില്ല. വിത്തൗട്ട് എനി എബിലിറ്റി ടു പെർസീവ്. കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള ശക്തി. അതാണ് നേരത്തെ പറഞ്ഞില്ലേ, അധ്യാപകർ പറയും ആ കുട്ടിയെ കൊണ്ട് പഠിപ്പിച്ചിട്ട് കാര്യമില്ല, ഒന്നും ഗ്രഹിക്കാൻ പറ്റില്ല. ആൻഡ് therefore fail to develop. അതുകൊണ്ട് ആ കുട്ടിക്കൊരു വികാസം, സമഗ്രമായ ഒരു ബൗദ്ധികവും മാനസികമായ വികാസം ഉണ്ടാകുന്നില്ല. ഓൾവേസ് ബോറോവിങ് ട്രബിൾ. എപ്പോഴും എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടും, കുഴപ്പങ്ങളെ കടം വാങ്ങും, വഴിയെ പോകുന്ന വയ്യാവിലി ഇതൊക്കെ പോയി തലയിടും. ലൈക്ക് കോസ്റ്റിക്കമായിട്ട് ഒരു സാധാരണ പറയും എങ്ങനെയാണ്? ഫിയർ ഓഫ് സംതിങ് ഗോയിങ് ടു ഹാപ്പൻ. എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള പേടി. എന്താണെന്ന് അറിയില്ല, എന്തോ കുഴപ്പം സംഭവിക്കാൻ പോകുന്നു. ആത്മവിശ്വാസമില്ല. ഫുൾ ഓഫ് ഇമാജിനേഷൻസ്. എന്തൊക്കെയോ ഇങ്ങനെ സാങ്കല്പിക ലോകത്താണ്. നേരത്തെ പറഞ്ഞില്ലേ, ചില അസുഖങ്ങളെ തുടർന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ കുട്ടിയുടെ ആ ഒരു ബൗദ്ധിക മുരടിപ്പോടെ ആരംഭിക്കുമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ചില എനിക്കൊരു കേസ് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. ടൈഫോയിഡ് വന്നേ, പിന്നെ ജ്വരപ്പനി വന്ന് ഒരു മാസം ആശുപത്രി കിടന്ന് രക്ഷപ്പെട്ടു വന്നു. പക്ഷെ അതിൽ പിന്നെ ആ കുട്ടി ഒരു സാങ്കല്പിക ലോകത്താണ്, സങ്കല്പങ്ങളുടെ ലോകത്താണ് ആ കുട്ടി ജീവിക്കുന്നത്. ആ കുട്ടിയെ ഞാൻ കുറച്ചധികം പ്രേരിപ്പിച്ചതാണ് ഞാൻ ഡോക്ടർ ജൻബാബിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാൻ ആ കുട്ടിയുടെ അവസ്ഥ നിരീക്ഷിക്കുകയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ബാബുശ്ശേരിന് എളുപ്പത്തിൽ അതിലേക്ക് എത്താൻ സാധിച്ചു. വളരെ ക്ലിയർ കേസായിരുന്നു. ഒറ്റ ഡോസ്. ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു, ഇൻ്റലിജൻ്റ് ഉള്ള കുട്ടിയായിരുന്നു. 8-9 വയസ്സുള്ള കുട്ടി. ക്ലാസ്സിൽ വളരെ ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ടിരുന്നൊരു കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ ആ ഒരു ബൗദ്ധിക മണ്ഡലത്തിൻ്റെ തകർച്ചയുടെ ആരംഭമായിരുന്നു അത്. അതുകൊണ്ട് ഒരൊറ്റ ഡോസ് 200 ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ബാറ്റാക്കാർ ഒറ്റ ഡോസ് കൊണ്ട് ആ കുട്ടിയുടെ ആ ഒരു മനോനില പൂർണ്ണമായിട്ടും മാറിപ്പോയി. ഞാൻ കുറച്ചു കാലം ഒരു 6-7 മാസത്തോളം ആ കുട്ടിയെ ഇടക്കിടക്ക് ഞാൻ പോയി അവരുടെ വീട്ടിൽ കാണുകയും പറ്റുകയും ചെയ്തിരുന്നു. ആ കുട്ടി വളരെ വളരെ ഭംഗിയായിട്ട്, വളരെ മിടുക്കനായിട്ട് പഠിച്ചു വളർന്നു. ഇമാജിനറി കെയേഴ്സ് ആൻഡ് വെറീസ്. എന്തെങ്കിലുമൊക്കെ മനപ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങൾ, ഖേദമുണ്ടാക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ സങ്കല്പിച്ചുണ്ടാക്കും. ഇല്ലാത്ത കാര്യങ്ങൾ സങ്കല്പിച്ചുണ്ടായിക്കൊണ്ടിരിക്കും. ഹാച്ചിങ് അപ്പ് ഓൾ സോർട്സ് ഓഫ് കംപ്ലൈൻറ്റ്സ് ആൻഡ് ഗ്രീവൻസസ് ദാറ്റ് മേ ഹാപ്പൻ. സംഭവിക്കാൻ സാധ്യതയുള്ള, സംഭവിച്ചേക്കാവുന്ന ദുഃഖകരമായ കാര്യങ്ങൾ, സങ്കടങ്ങളൊക്കെ വെറുതെ ആലോചിച്ചുണ്ടാക്കും. എ ഗുഡ് ഡീൽ ലൈക്ക് ആഴ്സനിക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ട്. ചിൽഡ്രൻ ഇൻ എ കോൺസ്റ്റന്റ് വൈനിങ് മൂഡ്. എപ്പോഴും നിസ്സാര കാര്യത്തിന് പരാതി പറയുന്ന, എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. വൈനിങ്, നിസ്സാര കാര്യം മതി, അങ്ങനെ അതിനെക്കുറിച്ച് പരാതി പറയുക, മോങ്ങിയിരിക്കുക, അങ്ങനെ ഓൾവേസ് വൈൻ, എപ്പോഴും ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. റണ്ണിങ് ത്രൂ ദ കംപ്ലൈൻറ്റ്സ് വിൽ ബി ദ സഫറിങ്സ് ഓഫ് ദ പാർട്സ് ഓർ ദ മെൻ്റൽ സിംറ്റംസ്. അപ്പോൾ ശരീരഭാഗങ്ങളിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാകാം ഈ പരാതി പറച്ചില്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാകാം. ഈ കൊട്ടേഷനാണ്. ദ മോർ ഹി തിങ്സ് അബൌട്ട് ദ കംപ്ലൈൻറ്റ് ദ വേഴ്സ് ഇറ്റ് ഗെറ്റ്സ്. ഒരു പ്രശ്നത്തെക്കുറിച്ച്, ഒരു ചെറിയ പ്രശ്നം, തലവേദന, ശരിയും, അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കുന്ന ആ സമയം അയാളുടെ പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങും. ചിന്ത അതായത് ബുദ്ധിയുടെ മണ്ഡലം ചിന്തയുടെ മണ്ഡലത്തിൽ നിന്നും ശരീരത്തിൻ്റെ മണ്ഡലത്തിലേക്ക് സംക്രമിക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ വളരെ ക്ലിയർ ആണ്. ഹി തിങ്സ് അബൌട്ട് ഹിസ് ട്രബിൾസ്, ഹിസ് സഫറിങ്സ്, ദേ ആർ അറ്റ്വൺസ് ഗ്രോവേഴ്സ്. ആ നിമിഷം, തത്സമയം ആ പ്രശ്നങ്ങൾ വർദ്ധിക്കും, ചിന്തിക്കുമ്പോൾ തന്നെ വർദ്ധിക്കും. പ്രിമച്വർ ഓൾഡ് ഏജ് ആൻഡ് ബ്രെയിൻ ഫാഗ് ഫ്രം പ്രൊലോങ്ഡ് മെന്റൽ വർക്ക്. നീണ്ടു നിൽക്കുന്ന മാനസിക അധ്വാനം കൊണ്ട്
അകാല വാർദ്ധക്യം ഉണ്ടാകുന്നു. നമ്മൾ പല ഔഷധങ്ങളും കണ്ടിട്ടുള്ളതാണ്. ബാറ്റ കാർബിൽ അതുണ്ട്. നീണ്ടു നിൽക്കുന്ന മാനസിക അധ്വാനം കൊണ്ട് ബുദ്ധിക്കും ഒരു മരവിപ്പ് സംഭവിക്കുന്നു, അകാല വാർദ്ധക്യം ഉണ്ടാകുന്നു. ട്രബിൾസം ഹെഡേക്സ്, വളരെ കുഴപ്പമുണ്ടാക്കുന്ന തലവേദനകൾ. പ്രഷർ ഇൻ ദ ബ്രെയിൻ, തലച്ചോറിനകത്ത് മർദ്ദം അനുഭവിക്കുന്നു. ഒരു സവിശേഷമായിട്ടുള്ള അവസ്ഥ, തലച്ചോറിൽ മർദ്ദം കൊട്ടേഷനാണ്. എ ഫീലിംഗ് ഓഫ് ലൂസ്നെസ് ഇൻ ദ ബ്രെയിൻ, തലച്ചോറ് ആയി ഇളകി കിടക്കുന്ന പോലെ. ആസ് ഇഫ് ദ ബ്രെയിൻ ഫെൽ ഫ്രം സൈഡ് ടു സൈഡ് ഓർ വാസ് റൈസിങ് ആൻഡ് ഫോളിങ്. അപ്പോൾ ഒന്നുകിൽ തലച്ചോറ് ഇടം വലം കിടന്നിട്ട് ആടുന്നു, അല്ലെങ്കിൽ മേലേക്കും കീഴേക്കും കിടന്ന് ആടുന്നു, അങ്ങനെയൊക്കെ. എ സെൻസേഷൻ ഓഫ് മോഷൻ ഇൻ ദ ബ്രെയിൻ, തലച്ചോറിൽ ഒരു ചലനത്തിന്റെ ഒരു തോന്നല്, തല അനക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് കുലുക്കം ഉണ്ടാകുന്നതുകൊണ്ട് തലച്ചോറിൽ ഒരു സഞ്ചാരം, തലച്ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ഒരു സെൻസേഷനാണ്, ആക്ച്വൽ ഹാപ്പനിങ് അല്ലത്. Seems as if the brain moves to and fro to correspond to the motion of the head when the head is turned from side to side. തല ഇടതോട്ടോ വലതോട്ടോ ഒക്കെ തിരിക്കുമ്പോൾ അതനുസരിച്ചുകൊണ്ട് തലച്ചോറാണ്, തലയല്ല, തലച്ചോറ് മാത്രം ഇങ്ങനെ കിടന്ന് അത് മാത്രമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇങ്ങനെ കിടന്ന് ആടുന്നു എന്നൊക്കെ ഉള്ള തോന്നല്. ഈ കൊട്ടേഷനാണ്. പ്രസ്സിങ് ഹെഡേക്സ്, തലയിൽ ഞെക്കുന്ന പോലെ അമർത്തുന്ന പോലുള്ള തലവേദന. ഹെഡേക്സ് അമ്യൂലേറ്റ് ഇൻ ഫ്രഷ് എയർ, ഇൻ ദ ഓപ്പൺ എയർ ആൻഡ് അഗ്രിവേറ്റ് ഫ്രം ഹീറ്റ്. ഇതൊരു ജനറൽ കണ്ടീഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കോൺട്രഡിക്ഷനാണ് പറയുന്നത്. തുറസായ വായുവിൽ, തുറന്ന വായുവിൽ, നല്ല ശുദ്ധമായ വായുവിലൊക്കെ തലവേദനയ്ക്ക് കുറവ്, ചൂട് കൊണ്ട് വർധന, അഗ്രിവേറ്റഡ് ഫ്രം ഹീറ്റ്. അത് ബാറ്റ കാർബിൻ്റെ ജനറൽ കണ്ടീഷനിൽ നിന്നുള്ള ഒരു വ്യതിയാനമാണ്. ദാറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഇറ്റ്സ് ജനറൽ സ്റ്റേറ്റ്. പൊതു അവസ്ഥയ്ക്ക് വിരുദ്ധമാണത്. ദ ബാറ്റ കാർബ് ജനറൽ സ്റ്റേറ്റ് ഈസ് അഗ്രിവേറ്റ് ഫ്രം കോൾഡ്. അതിൻ്റെ ജനറൽ കണ്ടീഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ്, തണുപ്പ് കൊണ്ട് വർധനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ബാറ്റ കാർബിൻ്റെ ജനറൽ കണ്ടീഷൻ. പക്ഷെ അതിൻ്റെ തലവേദനയുടെ കാര്യത്തിൽ ചൂട് കൊണ്ടാണ് വർധന. ഹി സെൻസിറ്റീവ് ടു കോൾഡ്, തണുപ്പിനോട് സംവേദനക്ഷമതയുണ്ട്. ആൻഡ് ഹിസ് കംപ്ലൈൻസ് കം ഓൺ ഫ്രം ബിക്കമിങ് കോൾഡ്, തണുപ്പടിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ പുറത്തു വരുന്നു. ബട്ട് ഹിസ് ഹെഡേക്സ് ആർ അമീലിയേറ്റഡ് ഇൻ കൂൾ എയർ. തലവേദനയുടെ കാര്യം മാത്രം തണുത്ത വായുവിൽ ശമനം. ദ ബാറ്റ കാർബ് പേഷ്യൻ്റ് ഈസ് ഓഫൺ സെൻസിറ്റീവ് ടു ദ എക്സ്ട്രീംസ് ഓഫ് ഹീറ്റ് ആൻഡ് കോൾഡ്. അപ്പം അതുകൊണ്ട് നമുക്ക് വേറെ തരത്തിൽ പറയാം, അയാളുടെ ജനറൽ കണ്ടീഷൻ പ്രിവെയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു തരത്തിൽ, അല്ല എങ്കിൽ ഈ ഒരു ഡിസ്റ്റിങ്റ്റീവ്നെസ്, അപ്പോൾ രണ്ടും കൂടി വരാൻ നേരത്ത് ബോത്ത് എക്സ്ട്രീം കൊണ്ടും ബാറ്റ കാർബ് സെൻസിറ്റീവ് ആണെന്ന് നമുക്ക് പറയാം. ഹോട്ട് വെതർ വിൽ ബ്രിങ് ഓൺ കംപ്ലൈൻസ്, ചൂടുള്ള കാലാവസ്ഥ പോലെ പ്രശ്നങ്ങളെയും പുറത്തു കൊണ്ടുവരാം. ഹോട്ട് വെതർ വിൽ കോസ് ദ ബ്ലഡ് ടു മൗണ്ട് ടു ദ ഹെഡ്, ചൂട് കാലാവസ്ഥയിൽ രക്തം തലയിലേക്ക് ഇരച്ചു കയറും. ആൻഡ് ഫെവേഴ്സ് അപ്പോപ്ലെറ്റിക് കണ്ടീഷൻ, ഫെവേഴ്സ് സ്ട്രോക്ക് എന്നൊക്കെ പറയില്ലേ, ഇതിൻ്റെ പഴയൊരു വാക്കാണത് അപ്പോപ്ലെറ്റിക് കണ്ടീഷൻ. തലയിലേക്ക് ഈ ചൂടുള്ള സമയങ്ങളിൽ തലയിലേക്ക് ചോര ഇരച്ചു കയറിയിട്ട് ചെറിയ രക്തക്കൊഴലൊക്കെ പൊട്ടിയിട്ടാകാം, പൊട്ടിയിട്ട് ഒരു സ്ട്രോക്ക് ഉണ്ടാകുന്നു. ആ ഒരവസ്ഥ ഉണ്ട്, സ്റ്റുപ്പർ, ഒരു മൗഢ്യം. ഇന്നിപ്പോൾ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ എല്ലാവർക്കും അറിയാം. ആ അവസ്ഥയിലേക്ക് വരുന്നു. It has some of the paralytic conditions analogous to the complaints in old apopletics. ഇത് സ്ഥിരമായിട്ട് ഈ ഒരു പ്രശ്നമുള്ള ആളുകളിൽ തലയിലേക്ക് രക്തം ഇറച്ചി കയറിയിട്ട് തലയിൽ ഇത്തരം മൗഢ്യം വരുന്ന, അയം മന്ദിച്ചു പോകുന്ന അവസ്ഥ സുസ്ഥിരമായിട്ട് ഉള്ള സ്ഥായിയായിട്ടുള്ള ആളുകളിൽ അതൊരു സമ്പൂർണമായൊരു തളർവാദത്തിലേക്ക് പോകാം, പാരലിറ്റിക് കണ്ടീഷനിലേക്ക് പോകാം. അപ്പം അതാണ് അതിൻ്റെ ക്രമം. നേരെ പാരലിസിസ് അല്ല, അങ്ങനെ ഈ അപ്പോപ്ലെറ്റിക് കണ്ടീഷൻ, ആ ഒരു സ്ട്രോക്കിൻ്റെ ആ ഒരു കണ്ടീഷൻ കുറേശ്ശെ വന്നിട്ട് ആൾ തളർന്നു പോകുന്നു. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ വെരി യൂസ്ഫുൾ ഇൻ റീ എസ്റ്റാബ്ലിഷിംഗ് ദ സപ്ലൈ ആൻഡ് ഫ്ലോ ഓഫ് നെർവ് ഫോഴ്സ് എലോങ് ദ നെർവ്സ്. ഉണ്ടോ? ഇനി ഇത് പ്രയോഗ സാധ്യതയെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം എന്ന് പറയുകയാണ്. റീ എസ്റ്റാബ്ലിഷിംഗ് ദ സപ്ലൈ ആൻഡ് ഫ്ലോ ഓഫ് നെർവ് ഫോഴ്സ്. ബലം, നാഡിയുടെ ബലം പോയി, നാഡീക്ഷയം ഉണ്ടായി. അപ്പോൾ അതിനെ റീ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ക്ഷയിച്ചുപോയ നാഡികളെ റീ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ആ ബലത്തിൻ്റെ പ്രവാഹം, നാഡികളോടുള്ള ബലത്തിൻ്റെ പ്രവാഹത്തെ പുനഃസ്ഥാപിക്കുന്നതിൽ ബാറ്റ കാർബ് ഉപയോഗപ്രദമാണെന്ന് കണ്ടിട്ടുണ്ട്. അത് നല്ലൊരു അറിവല്ലേ. ഇറ്റ് പാരൽസ് ഫോസ്ഫറസ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഫോസ്ഫറസിനോട് സമാന്തരമാണത്. ഫോസ്ഫറസിനെ പോലെ തന്നെ ഇത് പ്രവർത്തിക്കും. ഒരൗഷധം കൂടി ഫോസ്ഫറസ്. ആൻഡ് is an excellent remedy for all the paralytic conditions that have come from a rupture of a blood vessel.
തലയിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ചൂടും മറ്റുമൊക്കെ ഉണ്ടാകും, വേനൽക്കാലത്തും മറ്റുമൊക്കെ രക്തം തലയിലേക്ക് എരിച്ചു കയറിയിട്ട് രക്തക്കൊഴലുകൾ പൊട്ടിയതിൽ നിന്നുണ്ടാകുന്ന പഴയ പക്ഷാഘാതത്തിൻ്റെയോ മൊത്തത്തിലുള്ള തലഭാഗത്തിൻ്റെയോ അവസ്ഥകൾക്ക് ഇതൊരു ഒന്നാന്തര ഔഷധമാണ്. ഡയറക്റ്റാ കാർബും ഫോസ്ഫറസും കൂട്ടത്തിൽ പറയുന്നുണ്ട്. ആൻഡ് ദെയർഫോർ പ്രഷർ അപ്പോൺ ദ നെർവ് സപ്ലൈ. അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഈ രക്തം വരച്ച് കയറിയിട്ട് നാഡികളുടെ ആ ഒരു നാഡീബലത്തിൻ്റെ ആ ഒരു വിതരണത്തെ അതിന്മേൽ സമ്മർദ്ദം ചെലുത്തപ്പെട്ട് നാഡീബലം ഇല്ല, നാഡികൾക്ക് ബലമില്ല. നർവ്സാണല്ലോ വിശേഷം തലച്ചോറിൽ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും അതിനെ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അതിന് ബലമില്ല. അപ്പോൾ അതിനെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യും ഈ ഔഷധം. ദ ഹെഡ് ഏക്സ് ആർ കൺജസ്റ്റീവ് പ്രസീവ് ഹെഡ് ഏക്സ്. ആകെ വിങ്ങുന്ന തരത്തിലുള്ളത്, ഞെക്കുന്ന തരത്തിലുള്ള തലവേദനകൾ. എ ഫീലിംഗ് ഓഫ് പ്രഷർ ഇൻ ദ ബ്രെയിൻ. തലച്ചോറിൽ ഒരു സമ്മർദ്ദത്തിൻ്റെ അനുഭവം. ഇനി വീണ്ടും കുട്ടികളെ കുറിച്ച് പറയാം. ദീസ് പ്യൂണി ഇൻഫൻസ്, ഈ മുരടിപ്പ് ബാധിച്ച കുട്ടികൾ, നേരത്തെ പറഞ്ഞില്ലേ, ഒരു മൂലക്കൊക്കെ കുത്തിയിരിക്കുന്നു, മുഖമൊക്കെ ഇങ്ങനെ സിക്ലി ഫേസ്, മെലിഞ്ഞ മുഖമായിട്ടിരിക്കുന്ന പ്യൂണി ഇൻഫൻസ്, മുരടിപ്പുള്ള കുട്ടികൾ, സച്ച് ആസ് വി ഹാവ് ഡിസ്ക്രൈബ്, നമ്മൾ കണ്ട പോലുള്ള കുട്ടി, അതാണ് ഈ പ്യൂണി ഇൻഫൻസ് എന്ന് പറയുന്നത്. ഇൻഫൻസ് ആണ് ഓർക്കണേ. ഹാവ് ഇറപ്ഷൻസ് അപ്പോൺ ദ ഹെഡ്. അവരുടെ തലയിൽ പലതരം പരുക്കളും കുരുക്കളൊക്കെ ഉണ്ടാകാം, വരട്ടി ചൊറിയെന്നൊക്കെ പറയുന്ന അവസ്ഥകൾ ഉണ്ടാകാം. ശ്രദ്ധിക്കണം, രണ്ട് തരത്തിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന്, കുട്ടികൾ ഇതേപോലുള്ള വേണ്ടത്ര ബുദ്ധിക്ക് വളർച്ചയില്ലാതെ ഈ മുരടിച്ചിരിക്കുന്ന കുട്ടികൾ, അവരുടെ തലയിൽ ഇങ്ങനെ പരുക്കളും വരട്ടി ചൊറിയൊക്കെ ഉണ്ടാകുന്നു. ഇനി വേറെ തരത്തിൽ, ആൻഡ് ദോസ് ഹു ആർ ബോൺ ഫോർ ബെറ്റർ തിങ്സ്, അതായത് എൻ്റെ വേറെ തരത്തിൽ പറയുന്നത്, നല്ല ഒരു ഭാവിക്ക് വേണ്ടി ജനിച്ച കുട്ടികൾ, അതായത് നല്ല ആരോഗ്യത്തിന് വേണ്ടി കുട്ടികൾ, ഇതാണ് കൂടുതൽ വാസ്തവത്തിൽ കൂടുതൽ പ്രാധാന്യമുള്ള ഈ രണ്ടാമത് പറയുന്ന കാര്യമാണ്. തിങ്സ് ഹാവ് ദി എറപ്ഷൻസ്, അവർക്ക് തലയിൽ പരുക്കളും ചൊറിയും വരട്ടി ചൊറിയൊക്കെ ഉണ്ടായി. പക്ഷേ എന്താ സംഭവിച്ചത്? ഡ്രിവൺ ബാക്ക് ബൈ ഓയിൻമെന്റ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്. അതിനെ ലേപനങ്ങൾ പുരട്ടി അല്ലെങ്കിൽ കുത്തിവയ്പ്പുകൾ നടത്തി, ശക്തമായ മരുന്നുകൾ, ഡ്രഗ്സ് കൊടുത്ത് ഈ തലയിലെ പരുക്കളെയും ചൊറികളെയും ഒക്കെ ഡ്രിവൺ ബാക്ക്, അതിനെ പിന്നാക്കം അടിച്ചമർത്തി. അങ്ങനത്തെ അവസ്ഥയിൽ ആൻഡ് ദെയർഫോർ പ്രഷർ അപ്പോൺ ദ നെർവ് സപ്ലൈ, അത് നാഡിയിലുള്ള ബലത്തിൻ്റെ സപ്ലൈയെ, ബലത്തിൻ്റെ മേൽ അത് പോയി ഒരു ആഘാതം ഉണ്ടാക്കുകയും ആ നാഡീബലം ഇല്ലാതാക്കുകയും ചെയ്തു. ഇപ്പം രണ്ടു തരത്തിലാണ്. ഒന്ന്, ജന്മനാ ഇങ്ങനെ ഇരിക്കുന്നു, ബുദ്ധി വേണ്ട രീതിയിൽ ആയിട്ടില്ല, ആ ഒരു മൗഢ്യത്തോടെ ഇരിക്കുന്ന കുട്ടികൾ, അവരുടെ നിലയിൽ ഉണ്ടാകുന്ന ചൊറിയും കാര്യങ്ങൾക്കൊക്കെ ഒരു ഔഷധം. രണ്ട്, നേരെ വാട്ടിൽ ജനിച്ച കുട്ടികൾ, ആരോഗ്യമുള്ള കുട്ടികൾ, അവരിൽ ചൊറിയും വരട്ടി ചൊറിയൊക്കെ ഉണ്ടായിട്ട് അതിന് ലോക്കൽ ആപ്ലിക്കേഷൻ കൊണ്ട്, സപ്രസീവ് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അതിനടിച്ചമർത്തിയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ രണ്ടിനെയും ബീറ്റാ കാർബ് കറക്റ്റ് ചെയ്യും. മോയ്സ്റ്റ് ക്രസ്റ്റ് അപ്പോൺ ദ സ്കാൽപ്പ്, തലയിൽ, അത് കൊട്ടേഷനാണ്, ഈർപ്പമുള്ള കുരുക്കളും മറ്റൊക്കെ വരുന്നു. വീണ്ടും കൊട്ടേഷനാണ്. ഡ്രൈ ഇറപ്ഷൻസ് അപ്പോൺ ദ സ്കാൽപ്പ്, വരണ്ട, മോയ്സ്ചർ കൊണ്ട് ഡ്രൈ ഇറപ്ഷൻ ഉണ്ട് തലയോട്ടിൽ. ഫോളിങ് ഓഫ് ദ ഹെയർ, മുടി കൊഴിഞ്ഞു പോകുന്നു. ബാൾഡ്നെസ്, മുടി കൊഴിഞ്ഞു പോയിട്ട് കഷണ്ടി ഉണ്ടാകുന്നു. വാസ്തവത്തിൽ ഇത് വായിച്ചപ്പോൾ ഇനി വ്യക്തിപരമായിട്ട് എനിക്ക് വളരെയധികം സങ്കടം തോന്നിയൊരു കാര്യമാണ്. ഞാൻ ബെൽഡോണയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് തോന്നിയത്, അത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു ഇളയ സഹോദരി ഉണ്ടായിരുന്നു, അവൾക്ക് 9 വയസ്സ്. തലയിൽ ചൊറിയുണ്ടായി. എൻ്റെ കാരണന്മാരുടെ ബുദ്ധിമോശമാണത്, അശ്രദ്ധയാണത്. ഞങ്ങളുടെ നാട്ടിൽ നല്ല, ഞാൻ ഇടയ്ക്ക് പറയാറുള്ള രാമസാർ എന്ന് പറയുന്ന അമേച്ചർ ഹോമിയോപാത്ത് വളരെ മിടുക്കനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി മരുന്ന് വാങ്ങി. മെഡിസിനൽ അഗ്രിവേഷൻ ആയിരിക്കണം, ചൊറി വർദ്ധിച്ചു, തല മുഴുവനായി. അപ്പോൾ അതൊരു ഫർദർ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതിന് പകരം നേരെ എറണാകുളത്ത് അന്നത്തെ വളരെ പ്രസിദ്ധനായ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത്, സ്കിൻ സ്പെഷ്യലിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഓയിൻമെൻറ്റ്സ് കൊടുത്തു, ഇഞ്ചക്ഷൻ കൊടുത്തതെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും അധികം വൈകാതെ ഒരു ശനിയാഴ്ച ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കാൻ പരീക്ഷ അടുത്തു. സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ കാണുന്നത് ബോധമറ്റ് കിടക്കുന്നതാണ്, ശ്വാസം കഴിക്കാൻ പ്രയാസം. അപ്പോൾ അതിൻ്റെ ഡെവലപ്പിങ്ങിന് തുടക്കം ഞാൻ കണ്ടില്ല, വീട്ടിലുള്ളവർ പറഞ്ഞതാണ്. കടുത്ത തലവേദനയെന്ന് പറഞ്ഞിട്ട് കളിക്കാൻ പോയിരിക്കുകയാണ് ശനിയാഴ്ച, ഒരു ക്ലാസ്സില്ല. കടുത്ത തലവേദനയെന്ന് പറഞ്ഞ് വന്നാൽ കണ്ണ് തീക്കട്ട പോലെ ഇരുന്നിരുന്നു. എൻ്റെ റിലേഷൻ്റെ ഭാര്യ പറഞ്ഞിപ്പോഴും ഓർക്കുന്നുണ്ട്, അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഇത് പറഞ്ഞവർ. തീക്കട്ട പോലെ കണ്ണിരുന്നിരുന്നു, തലപൊളിയുന്ന തലവേദന എന്ന് പറഞ്ഞു വന്നിരുന്നു. ഞാൻ ബെൽഡോണ ആ ലെക്ചറിലാണ് ഞാൻ ഈ കാര്യം പറഞ്ഞു തന്നു. ഒരുപക്ഷെ അപ്പോൾ ആ സമയത്തെങ്കിലും
ആ ഹോമിയോപ്പാത്തി രാമസാറിൻ്റെ അടുത്ത് കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരു ഡോസ് ബെൽഡോണ കൊണ്ട് അവളെ സുഖപ്പെട്ടു പോകുന്നതിനെ. പക്ഷേ ഞാൻ ഉച്ചയ്ക്ക് ചെല്ലുമ്പോൾ ബോധമറ്റ് കിടക്കുകയാണ്. പിന്നീട് ബോധം ഉണ്ടായിട്ടില്ല. രാത്രിയിൽ എപ്പോഴോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എറണാകുളത്ത് ഏറ്റവും വലിയ ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. 10 ദിവസം ബോധമില്ലാതെ കിടന്നു. തലച്ചോറിൽ ഒരു സെല്ല് ഒരു കോശം പോലും ജീവിച്ചിരിപ്പില്ലെന്നായിരുന്നു. അവിടുത്തെ വളരെ മിടുക്കനായ ന്യൂറോളജിസ്റ്റായിരുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവരതിനെ കൊടുത്ത വ്യാഖ്യാനം എന്ന് വെച്ചാൽ ഇവളെ ഹിസ്റ്ററി നോക്കിയപ്പോഴേക്കും ഇവർക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 5-ാം പനി വന്നിരുന്നു. 5-ാം പനി വരുന്ന ഏതാണ്ട് 10 ലക്ഷം കുട്ടികളിൽ ഒരാൾക്ക് ഇങ്ങനെ റിയാക്ഷൻ വരും എന്നുള്ളൊരു തിയറിയാണ് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ അത് വിശ്വസിച്ചിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ ഹോമിയോപ്പതി വായിക്കാൻ തുടങ്ങിയ കാലത്താണ് ഈ ബേർട്ട കർവ് വായിച്ചതോടുകൂടി എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പായി ആ സപ്രഷനാണ് ആ കുട്ടിയുടെ ജീവനെടുത്തത്. എൻ്റെ ഏക ഉറപ്പുറപ്പായിരുന്നു അത്. അപ്പോൾ അത്തരം അവസ്ഥകളിലൊക്കെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്, ആ കണ്ടീഷൻ അനുസരിച്ച് ബെൽഡോണെങ്കിൽ ബെൽഡോണ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഔഷധം കൊടുത്തു കഴിഞ്ഞാൽ ഒരു സുഖപ്പെടും. അപ്പോൾ അതാണ് ഇവിടെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അങ്ങനെ സപ്രഷൻ കൊണ്ട് സംഭവിക്കുന്നത് എന്താണ്, നെർവ്സിൽ പ്രഷർ ഉണ്ടാകുന്നു. പ്രഷർ അപ്പം നെർവ് സപ്ലൈ പ്രഷർ ഉണ്ടാകും. കൃത്യമായിട്ടുള്ള വിശദീകരണമൊക്കെ എൻ്റെ അവിടെ തരുന്നത്. അവിടെ വെറും ഫിസിക്കലായിട്ടുള്ളതല്ല, ഒരു ഇറപ്ഷനെ സപ്രസ് ചെയ്തു, അതുകൊണ്ടാകുന്ന നെർവ് സപ്ലൈ തലച്ചോറിൽ, നാഡികളിൽ, അവിടെയാണ് സമ്മർദ്ദം ഉണ്ടായത്. അങ്ങനെയാണ് ബോധം നഷ്ടപ്പെട്ടു പോകുന്നത്. അങ്ങനെ തലച്ചോറിലെ ഒരു കോശം പോലും പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് കിടന്ന്, അന്ന് വെന്റിലേറ്ററൊന്നും ഇല്ലെന്ന് 82-ലാണ് അയൺ ലങ് എന്നുള്ള ഉപകരണത്തിൻ്റെ സഹായത്തോടെ 10 ദിവസം കിടന്ന് മരിച്ചുപോയി ചെയ്തത്. കാർഡിയാക് അറസ്റ്റ് വന്നിട്ട്. നോർമലി ഹെഡ് കംപ്ലൈൻസ് ആൻഡ് ഡോർഫിറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, തലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും മനസ്സിൻ്റെ ഈ ഒരു മുരടിച്ച അവസ്ഥ, ഡോർഫിഷ്നസ്, ഒരു മനസ്സ് മുരടിച്ച അവസ്ഥ, ആൻഡ് ഇന്റലക്ച്വൽ ഡിഫക്റ്റ്, ബുദ്ധിപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥയാണ്, പോരായ്മയാണത്, ബുദ്ധിപരമായ പിന്നോക്കാവസ്ഥയാണ്. ആസ് റിസൾട്ട്സ് ഓഫ് സപ്രസ്ഡ് ഇറപ്ഷൻസ്. അപ്പോൾ ഈ ഇറപ്ഷൻസ് സപ്രസ് ചെയ്തുകൊണ്ട് ചൊറിയിൽ, വിശേഷം തലയിൽ ചൊറികളെ, പരുക്കളെ ഒക്കെ അത് ഡ്രൈ ആകാം, മോയിസ്റ്റ് ആകാം. അതിനെയൊക്കെ സപ്രസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ബുദ്ധിമാന്യം ഉണ്ടായി പോകുന്ന, ബുദ്ധി മരവിച്ചു പോകുന്ന അവസ്ഥ, ഡോർഫിഷ്നസ്, മനസ്സ് മുരടിച്ചു പോകുന്ന അവസ്ഥ, അങ്ങനെ ഉണ്ടാകുന്ന തലയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് ബേർട്ട കാർബ് ഒരു പ്രത്യൗഷധമാണ്. അത് നിങ്ങൾ ഇത് തങ്കലിപികളിൽ രേഖപ്പെടുത്തി വെക്കുക. ഇങ്ങനത്തെ നിരവധി കേസുകൾ കാണാൻ എനിക്കിട വന്നിട്ടുണ്ട്. കുറേ പേരെയൊക്കെ ഞാൻ പറഞ്ഞ് പ്രേരിപ്പിച്ച്, ചിലതൊക്കെ വല്ലാതെ വൈകിപ്പോയ കേസുകളാണ്. പലയിടത്തും, ബാബച്ചൻ്റെ അടുത്തും എനിക്ക് പരിചയമുള്ള പല ഡോക്ടർമാരുടെ അടുത്തൊക്കെ കൊണ്ടുപോയി കുറേ പേരൊക്കെ അതിലിന്ന് രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്. ചിലരൊക്കെ ചികിത്സ തുടരാത്തതിൻ്റെ പ്രശ്നമുണ്ടായിട്ടുണ്ട്. എങ്കിലും ഇത് വലിയൊരു പ്രത്യാശയാണ് നമുക്ക് തരുന്നത്, വലിയ പ്രത്യാശ. മറ്റൊരു തരത്തിലും അവർക്ക് രക്ഷ കിട്ടില്ല. അവരെ രക്ഷിക്കാൻ ഹോമിയോപ്പതിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ബേർട്ട കർവ് എന്ന് പറയുന്ന അതേപോലുള്ള ഇത് മാത്രമൊന്നുമില്ല, അവിടുത്തെ കണ്ടീഷൻസ് മറ്റു ഔഷധങ്ങളൊക്കെ ഉണ്ടാകാം. ചിലപ്പോൾ സൾഫറായെന്നിരിക്കാം, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ഫോസ്ഫറസ് ആകാം, എന്തെങ്കിലും ആകാം. കൃത്യമായിട്ടുള്ള അപ്പോഴത്തെ ഔഷധം കണ്ടെത്തി കൊടുത്തുകൊണ്ട് ഇങ്ങനെ നിത്യദുരിതത്തിലേക്ക് പോകാവുന്ന കുട്ടികളെ, അവരെയൊക്കെ ജീവൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ സാധിക്കും. ഓർഗനിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ അഫറസിൽ പറയുന്ന ആ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് ഒരു പരിമിതമായൊരു മണ്ഡലത്തിലെങ്കിലും നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനത്തെ ഒരു ദിവ്യൌഷധം തന്നെയാണ് ബേർട്ട കാർബോണിക്ക. ഇതേപോലുള്ള വിവരങ്ങൾ തുടർന്നും പറയുന്നുണ്ട്. നമുക്ക് വരുന്ന എപ്പിസോഡുകൾ നമുക്ക് അവയ്ക്ക് ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.